വളരെ രസകരമായൊരു മാറ്റമാണ്, അല്ലെങ്കിൽ വലിയൊരു ട്വിസ്റ്റാണ് ഇപ്പോൾ സ്വർണ്ണപ്പാളിക്കൊള്ള വിഷയത്തിൽ വന്നിരിക്കുന്നത്. ഹൈക്കോടതി തന്നെ നേരിട്ടതിൽ അങ്ങോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. ഹൈക്കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇത് സ്വർണം മോഷ്ടിച്ചതിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇത് പവിത്രമായ ഒരു സങ്കല്പത്തെ തകർക്കുന്ന ഗൂഢസംഘത്തിൻ്റെ പ്രവർത്തനമാണ്. ഇവരെ കയ്യോടെ പിടിച്ച് കൽത്തുറുങ്കിൽ അടച്ചില്ല എങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മൂല്യവ്യവസ്ഥകളും തരിപ്പണമാവും എന്നാണ് കോടതി അതിനകത്ത് നിരീക്ഷിച്ചിരിക്കുന്നത്. കോടതി പറയുന്നത് ഈ പോറ്റി ഒന്നുമല്ല, പോറ്റിക്ക് പിന്നിൽ ദേവസ്വം ജീവനക്കാരുടെ വലിയ ഗൂഢസംഘമുണ്ട് എന്നാണ്. എന്നുവെച്ചാൽ അമ്പലവാസികൾ കട്ട് തിന്നുന്നു എന്നുള്ളത് പഴയ കാലം മുതൽ തന്നെ നമ്മൾ കേട്ട് പഴകിയ വാർത്തയാണ്. അമ്പലം ഉണ്ടാക്കിയിരിക്കുന്ന അമ്പലവാസികൾക്ക് കട്ട് തിന്നാനാണ് എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ അയ്യപ്പനെയും അവർ കട്ട് തിന്നുന്നു എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് കോടതി നേരിട്ട് ഇതിനകത്ത് ഇടപെടുകയും ഉന്നത അന്വേഷണത്തിന് വേണ്ടിയിട്ട് കേരള സർക്കാരിൻ്റെ DGP ആകും എന്ന് കരുതപ്പെട്ടിരുന്ന, എന്നാൽ ഏതോ ഇടപെടലിൻ്റെ ഫലമായിട്ട് ആവാതിരുന്ന ADGP ശ്രീ വെങ്കടേഷാണ് ഇത് അന്വേഷിക്കാനായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും സർക്കാരിനോട് ചെറിയ അതിർത്തിയൊക്കെ കണ്ടേക്കാം. ഇതെല്ലാം കൂടി ചേർന്ന് അതിൻ്റെ ഒരു കട്ടക്കലിപ്പിൽ, കോടതിയുടെയും കട്ടക്കലിപ്പിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ഗൂഢസംഘങ്ങളെയും കോടതി തന്നെ കൈയോടെ പിടിക്കും എന്ന് ഒരു പ്രതീക്ഷ, അയ്യപ്പനോട് കളിച്ചാൽ അയ്യപ്പൻ ശരിപ്പെടുത്തും എന്നുള്ള ആളുകളുടെ ഒരു വിശ്വാസം സാക്ഷാത്കരിക്കപ്പെടുമോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.